മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുസഭ ഇന്ന് വിശുദ്ധ മർത്തായുടെ തിരുനാള് കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസവും പ്രവർത്തനവും ഒന്നിച്ചാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച വിശുദ്ധയാണ് വിശുദ്ധ മർത്ത. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു മർത്ത, ലാസറിന്റെ സഹോദരി. കർത്താവ് അവളുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത് നമ്മൾ കാണുകയാണ്. അവരോട് ഒത്തായിരിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ലാസറിന്റെ മരണത്തിന് ശേഷം കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മർത്ത പറയുന്ന ഒരു വചനമുണ്ട്: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആ വാക്കുകളിൽ വലിയ വിശ്വാസമുണ്ട്, വലിയ സങ്കടമുണ്ട്. വിശ്വാസം, കർത്താവുണ്ടെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. കർത്താവുണ്ടായിരുന്നെങ്കിൽ തന്റെ സഹോദരൻ മരിക്കില്ല, അവൻ ഇന്നും ജീവിക്കുമായിരുന്നു എന്നുള്ള ഈശോയിലുള്ള വിശ്വാസം, അത് വലിയൊരു വിശ്വാസമായിരുന്നു. സങ്കടം ആ വാക്കുകൾക്കുള്ളിലുണ്ട്. എന്റെ സഹോദരൻ മരിച്ചു, ഇനി എനിക്കാരുമില്ല. ആ സങ്കടവും ആ വിശ്വാസവും കർത്താവ് കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ സങ്കട നിമിഷങ്ങളിൽ കർത്താവ് എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്നുള്ള ആഴത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അത്ഭുതങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും ഇല്ലായ്മകളിലൂടെയും നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ഈ ഒരു വിശ്വാസം: എന്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. മർത്തായുടെ വിശ്വാസമായിരുന്നു ഇത്. എന്റെ കർത്താവിന് ഒന്നും അസാധ്യമല്ലെന്നുള്ള വിശ്വാസം. അതുകൊണ്ട് അവള് പറയും, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആ സങ്കടങ്ങൾ പ്രാർത്ഥനയായിട്ടും വിശ്വാസമായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരണം. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾ നിരാശപ്പെടുകയല്ല, സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ വിശ്വാസം വർദ്ധിക്കണം. ഈ സങ്കടത്തിന്റെ നിമിഷത്തിൽ എന്റെ കർത്താവിന് എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പ്, നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. മർത്തായുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോൾ അവള് പലവിധ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ ഇടയിൽ ഈശോയുടെ കാര്യം കൂടെ അവൾ നോക്കുന്നുണ്ട്. പ്രവർത്തനത്തെ പോലും പ്രാർത്ഥനയാക്കി അവൾ മാറ്റുന്നത് നമ്മൾ കാണുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അമ്മമാരെ, നിങ്ങളുടെ അധ്വാനങ്ങൾ, അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ വഴികളിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ അധ്വാനത്തെ പ്രാർത്ഥനയാക്കി മാറ്റണം. അപ്പന്മാരെ, നിങ്ങളുടെ കഠിനാധ്വാനം, എല്ലുമുറിയെ നിങ്ങൾ പണിയെടുക്കുന്ന ആ അധ്വാനം, അതിനെ പ്രാർത്ഥനയാക്കണം നിങ്ങൾ ഓരോരുത്തരും. മക്കളെ, നിങ്ങളുടെ പഠനങ്ങളെ, നിങ്ങളുടെ ജോലിയെ പ്രാർത്ഥനയാക്കി മാറ്റണം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. വിശ്വാസത്തിന്റെ ആഴം ഉള്ളിലുള്ളവരെ പ്രാർത്ഥനയാക്കി അധ്വാനത്തെ മാറ്റുകയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവത്തിന് സമർപ്പിച്ചേ, ദൈവത്തിന് കൊടുത്ത്, ഇതാ ദൈവമേ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ ഒരു ബോധ്യത്തോടുകൂടെ ദൈവത്തിനെല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ലെന്നാണ് വിശുദ്ധ മർത്താ പുണ്യവതി നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് പ്രാർത്ഥനയാക്കാം, സങ്കടങ്ങളെ വിശ്വാസമാക്കി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ എല്ലാം കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇല്ലായ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുവാനിടയാകട്ടെ. ഇവരുടെ അധ്വാനങ്ങളെ പ്രാർത്ഥനയാക്കാനുള്ള കൃപ ഇവർക്ക് ഈ ദിവസം ലഭിക്കട്ടെ. ഈശോയെ, ഈ ദിവസം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമേ.
സങ്കടങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, ആപത്തുകളും അപകടങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളുടെ അധ്വാന മേഖലകളിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ ഇവരിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.